ഗ്ലൂട്ടാത്തയോണിന് പകരം നിങ്ങൾക്ക് ഇതാണ്ട ഇതൊഴിച്ച് ഫ്രിഡ്ജിൽ മറ്റേ ഐസിനകത്തിട്ട് വെച്ച് രാവിലെ കുടിച്ചാൽ ഗ്ലൂട്ടാത്തയോണിനെ ഞെട്ടിക്കുന്ന ഇത് തൈരും പിന്നെ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ മാറി നിൽക്കും. ഇങ്ങനെയുള്ള ഹോം റെമഡീസിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പക്ഷെ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടത്തില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഞാൻ നോക്കേണ്ടത്? ഗ്ലൂട്ടാത്തയോൺ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്ലൂട്ടാത്തയോൺ ഒത്തിരി പർപ്പസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇൻസ്റ്റാ റീൽസിനകത്തൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ എന്തോ അങ്ങോട്ട് ലേസർ ഇങ്ങോട്ട് വന്നു അടിച്ചു കഴിയും, അപ്പൊ തന്നെ പേഷ്യന്റ് വെളുത്തിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇതെല്ലാം സ്ലോലി ആണ്. ഈ ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് പൊതുവെ സംസാരിക്കുന്നത് ശരിക്കും എന്താണ് ഈ ആന്റി ഏജിങ്? ഇപ്പം കൂടുതലും ആണുങ്ങൾ നമ്മൾ നോക്കിയാൽ മതി, അവർ നമ്മളുടെ ഒരു 20s നമ്മുടെ 40s എടുത്തു കഴിഞ്ഞാൽ മെൻ ഏജസ് ഗ്രേസ്ഫുള്ളി എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. ലൈക്ക് നമ്മളൊരു 30 വയസ്സിലൊക്കെ ശേഷം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കതൊരു നല്ല രീതിയിൽ നമുക്ക് ഏജ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വേണം. അല്ലാതെ നമ്മൾ 60 വയസ്സിൽ 20 വയസ്സുള്ള ഒരാളെ പോലെ ഒരിക്കലും ഇരിക്കില്ല. ഇപ്പോൾ ഇൻസ്റ്റയിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ കൊറിയൻ സ്കിൻ കെയർ. ശരിക്കും ആക്ച്വലി എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കൊറിയൻ സ്കിൻ കെയർ, കൊറിയൻ സ്കിൻ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ കൊറിയക്കാരായിരിക്കണം. ഹായ്, ഡോക്ടേഴ്സ് ഡയറിയിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡിവൈബ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിവേകാണ്. കോസ്മെറ്റോളജിസ്റ്റ് ആണ്. അപ്പോൾ ഡോക്ടർ വെൽക്കം. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം, നന്നായിട്ടൊക്കെ പോകും. അപ്പോൾ നമ്മൾ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളെല്ലാം ഇപ്പോൾ പണ്ടൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതലും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുരുഷന്മാരും ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണ് എല്ലാവർക്കും അത്തരത്തിലൊരു ചിന്ത വരാനുണ്ടായ റീസൺ എന്ന് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. ബട്ട് എന്നാൽ പോലും ഒരു സെൽഫ് കെയർ, പണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ സെൽഫ് കെയറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കൊറോണയ്ക്കൊക്കെ ശേഷം ആൾക്കാരുടെ സ്പെൻഡിങ് ഇതിനകത്തൊക്കെ ഇപ്പം നമ്മുടെ തന്നെ ആണെങ്കിലും, കാരണം നമുക്കറിയില്ല, മനസ്സിലായി, ലൈഫ് ഈസ് സോ അൺപ്രഡിക്റ്റബിൾ. അപ്പം ആൾക്കാരുടെ ഒരു സ്പെൻഡിങ് ഇതും അതുപോലെ സെൽഫ് കെയർ ഒക്കെ ഒത്തിരി, മനസ്സിലായി, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം അങ്ങനെയാണ് ഇത്രയും ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു ഈ ലൈക്ക് ഒരു ലൈക്ക് ഒരു 3-4 years ആയിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് കോസ്മെറ്റോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇവോൾവിങ് ആയിട്ടുള്ള, ഏറ്റവും ബൂമിങ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഇപ്പം എവിടെ പോയി നോക്കിയാലും, ലൈക്ക് ഏത് കൊച്ചു ഗ്രാമത്തിൽ പോയി നോക്കിയാലും ഒരു 4-5 സെൻറ്റേഴ്സ് എങ്കിലും മിനിമം കാണും. കാരണം അത്ര റിക്വയർമെന്റ് ഉണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഇത്രയും ഇതിൻ്റെ പുറകിൽ ഓടുന്നത്, അതായത് ഇത്തരത്തിലുള്ള ടെക്നോളജീസ്, ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിലും ഭയങ്കര വലിയ എക്സ്പെൻസീവ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു റീസണബിൾ റേറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ചെയ്താൽ ഇങ്ങനെയൊക്കെ നമുക്കാകാം എന്ന് ചിലപ്പോൾ ഒരു തോന്നലുണ്ടായത് കൊണ്ടാകാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ ലൈക്ക് ഇമ്പോർട്ടഡ് മെഷീൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചാണ്. പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഹൈ മെയിൻ്റനൻസ് അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് ഒറ്റ ദിവസം കൊണ്ടും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ട് ആരും ഇതിന് പോകരുത്. സ്ലോലി നമുക്ക് പറ്റുന്ന പോലെ ഇത് ചെയ്യുക. അവിടെയാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുന്നത്. യെസ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ റീൽസ് കാണാൻ പറ്റും, ഹോം റെമഡീസ്. അതായത് ഇപ്പോൾ നാളെ ഇപ്പം ഗ്ലൂട്ടാത്തയോൺ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ടാബ്ലറ്റ്സ് ഫോമിലും IV-ലും ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പം ഗ്ലൂട്ടാത്തയോണിന് പകരം നിങ്ങൾക്ക് ഇതാണ്ട ഇതൊഴിച്ച് ഫ്രിഡ്ജിൽ മറ്റേ ഐസിനകത്തിട്ട് വെച്ച് രാവിലെ കുടിച്ചാൽ ഗ്ലൂട്ടാത്തയോണിനെ ഞെട്ടിക്കുന്ന ഇത് തൈരും പിന്നെ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ മാറി നിൽക്കും. ഇങ്ങനെയുള്ള ഹോം റെമഡീസിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താ അഭിപ്രായം? ഹോം റെമഡീസ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇതെല്ലാം പറഞ്ഞല്ലോ, നമ്മളുടെ പേഷ്യൻസിൻ്റെ സമയവും അവരുടെ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ച് നമുക്കിപ്പോൾ ഒരു ഗുഡ് ആക്ച്വലി ഈ പ്രോഡക്ട്സ് ഒക്കെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാം
ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യണമെന്നില്ല. അപ്പം നമുക്കത് ഈ പറഞ്ഞ പോലെ ഗ്ലൂട്ടാത്തയോൺ ഒക്കെ നമുക്ക് ഈ ഒരു അമിനോ ആസിഡ് ആണ് ആക്ച്വലി, ഒരു 3 പെപ്റ്റൈഡ് വരുന്ന ഒരു അമിനോ ആസിഡ് ആണ് ഈ ഗ്ലൂട്ടാത്തയോൺ, നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളത്. അപ്പം ചില ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിനകത്തൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അങ്ങനെ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പക്ഷെ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടത്തില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. കാരണം നല്ല ഭക്ഷണം കഴിക്കുക, പിന്നെ നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാം. അപ്പോൾ നമ്മൾ ഈ ഹോം റെമഡീസ് ചെയ്താലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതെ തീർച്ചയായിട്ടും മെയിൻ്റനൻസ് ആണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മെയിൻ്റനൻസ്. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഹോം റെമഡി ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഒരു ക്ലിനിക്കിൽ പോയി സ്കിൻ ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അല്ല ചില ഇത് നമ്മൾ ഈ ലൈക്ക് നമ്മൾ ഇൻസ്റ്റാ റീൽസിനകത്തൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ എന്തോ അങ്ങോട്ട് ലേസർ ഇങ്ങോട്ട് വന്നു അടിച്ചു കഴിയും, അപ്പം തന്നെ പേഷ്യൻ്റ് വെളുത്തിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇതെല്ലാം സ്ലോലിയാണ്. ഓഫ് കോഴ്സ് ഗ്രാജുവൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ബട്ട് അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരു റിസൾട്ടും വരില്ല. അപ്പം എനിക്ക് ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്കുള്ള കുറച്ച് ഡൗട്ട് ഞാൻ ചോദിക്കാം. അതായത് ഒന്ന്, നമുക്ക് ടാബ്ലറ്റ് ഫോമിൽ അവൈലബിൾ ആണ്, IV ഫോമിൽ അവൈലബിൾ ആണ്. ഇതിലേതായിരിക്കും ഏറ്റവും റിസൾട്ട് ഉണ്ടാവുക? ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പം ഇപ്പം നമ്മളൊരു ടാബ്ലറ്റ്, ഇപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മെഡിസിൻ ആണ് ആക്ച്വലി. അപ്പം ഇതിനൊരു നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ്, അല്ല ആരാണോ എടുക്കുന്നത് അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഇതിന് എഫക്റ്റ് വരിക. അപ്പം ഓരോ ആൾക്കാരും ഓരോ ഡോസ് ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും IV ആവുമ്പോൾ, ഇൻട്രാവീനസ് ആവുമ്പം അതിൻ്റെ അബ്സോർപ്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം തീർച്ചയായിട്ടും അതിനാണ് റിസൾട്ട് വരിക. ബട്ട് അത് ഞാൻ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഓൺലൈനിലൊക്കെ ഇത് കിട്ടും. പല ആൾക്കാരും ഇത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഈ പരിചയമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ട് ലൈക്ക് അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങളിലൊക്കെ ഇത് എടുക്കുന്ന കേസുകളുണ്ട്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇതൊരു മെഡിസിനാണ്. ആർക്ക് വേണമെങ്കിലും ഇത് അലർജിയൊക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ലൈക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അല്ലെ ഒരു ക്ലിനിക്കിൽ തന്നെ മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. ഇതൊന്നും വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല. കാരണം നമ്മൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്, ഒരു ഫേമസ് മോഡൽ, ഒരു സിനിമാ നടി, അവർ ഇങ്ങനെ ഒരു ദിവസം അവർ ഫാസ്റ്റിങ്ങിൽ എന്തോ മറ്റോ ആയിരുന്നു, IV ഇഞ്ചെക്ഷൻ എടുത്തെന്നാണ് പറയണത്. അങ്ങനെ അവർ കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വീട്ടിൽ വെച്ചാണ് എടുത്തത്. അപ്പം ആർക്ക് വേണമെങ്കിലും എപ്പോഴും എന്ത് വേണം സംഭവിക്കാം. അപ്പം ഇതൊന്നും നമ്മൾ വീട്ടിൽ വെച്ച് ഡോക്ടറിന്റെ ഒരു പ്രസൻസിൽ നമ്മൾ ചെയ്യണം. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം IV ആണെങ്കിലും എന്താണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഡോക്ടറിന്റെ പ്രസൻസിലാണ് ചെയ്യേണ്ടത്. ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഞാൻ നോക്കേണ്ടത്? ഗ്ലൂട്ടാത്തയോൺ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്ലൂട്ടാത്തയോൺ ഒത്തിരി പർപ്പസ് ഉണ്ട് ആക്ച്വലി. ഈ പറഞ്ഞ പോലെ ഒരു മാസ്റ്റർ ആൻറ്റിഓക്സിഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3 അമിനോ ആസിഡ് ചേർന്ന ഒരു മോളിക്യൂളാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പം ഇത് നമ്മൾ കോമൺലി അല്ലേ ഈ ഗ്ലൂട്ടാത്തയോൺ ഇപ്പം കൂടുതലായിട്ടും ആൾക്കാർ ഒരു സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഓരോത്തിനും ഓരോ ഡോസാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ആ ഡോസ് വരിക. അപ്പം നമുക്ക് എന്താണോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുക. പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ ഒരു നല്ല സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാരണം ഇത് ഒരു UV ഡാമേജ് ആണ്, ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യുക. കുറച്ച് നല്ല ബ്രാൻഡ്സ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അത് ശരിയല്ല. പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യുക. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചില ആൾക്കാരെ ഡീപ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. കാരണം പല ആൾക്കാർക്ക് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ്. ഇതങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ നമ്മളങ്ങ് പിന്നെ യെസ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാർക്കർ ഷെയ്ഡാണ്. അപ്പം ആരാണോ നിങ്ങൾക്ക് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ക്ലിനിക്കിൽ അല്ലെ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്താൽ മതി. പക്ഷെ ഇതിനെല്ലാം ഒരു മെയിൻ്റെനൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരും വിചാരിക്കും ഇതൊരു 5 സെഷൻ അല്ലെ 10 സെഷൻ എടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മളങ്ങ് അങ്ങ് ഭയങ്കര യെസ് അങ്ങനെയല്ല. ഓഫ് കോഴ്സ് നമുക്കൊരു
2-3 ഷെയ്ഡ്സ് ഒക്കെ ബെറ്റർ ആവും. ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അതിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് 4-6 months ഒക്കെ നിൽക്കും. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും എടുക്കണം. യെസ്, വീണ്ടും ഒന്നെങ്കിൽ നമ്മൾ IV പോകണം, ഒരു നമ്മൾ ഇന്റർവെൽ എടുക്കും. നമ്മൾ ആദ്യമേ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ലൈക്ക് ഒരു 3 months 4 months ഒക്കെ എടുക്കും. പിന്നെ ഒരു ഗ്യാപ്പ് ഇടും, ഒരു ഗ്ലൂട്ടാത്തയോൺ ഫ്രീ ഇന്റർവെൽ എന്ന് പറയും. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെയും ഇതിനെ ഇങ്ങനെ മെയിൻ്റനൻസ് ആയിട്ട്, പക്ഷെ ചിലപ്പോൾ ഇത്രയും ഡോസിലായിരിക്കത്തില്ല നമ്മൾ എടുക്കുന്നത്, ബട്ട് അത് നമ്മൾ ടേപ്പർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ സൈഡ് എഫക്ട്സ് അങ്ങനെ? അതാ പറഞ്ഞത്, ഇത് ആക്ച്വലി ചില ആൾക്കാർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിന്, പിന്നെ ഒരു 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മളിത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. പിന്നെ എപ്പോഴും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല, കാരണം ഇമ്പോർട്ടഡ് പല പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, നമുക്ക് അതിന്റെ ഓതന്റിസിറ്റി ഒന്നും അറിയില്ല. അപ്പം ഒരു ലൈക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അതിന്റെ പ്രോപ്പർ ഡോസേജിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ തന്നെയാണ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് വേറെ ഡൗട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ വെളുക്കണം, പുള്ളിക്കാരിക്ക് വെളുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിന് ഉള്ള ഒരു ഓപ്ഷൻ ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഇൻസ്റ്റ നോക്കിയാൽ ഇപ്പം നമ്മൾ ഫോണിനകത്ത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതെല്ലാം ഫോൺ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ അത് റീൽസ് ആയിട്ട് തരുമല്ലോ. അതെ അതെ. അപ്പോൾ അങ്ങനെ റീൽസ് വരുമ്പോൾ കംപ്ലീറ്റ് ഗ്ലൂട്ടാത്തയോൺ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് അത് അഡിക്റ്റ് ആയി. അപ്പം ഇനി ഇതിന്റെ എക്സ്പെൻസ് ഇതെങ്ങനെ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഒത്തിരി ക്ലിനിക്കുകൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 to 10 ക്ലിനിക്കുകൾ അല്ലെ സെന്റേഴ്സിൽ കോണ്ടാക്ട് ചെയ്ത് കാണും. ഈ 5 to 10 സെന്റേഴ്സിൽ കോണ്ടാക്ട് ചെയ്തപ്പോഴും ഈ 10 ഇവർ പറയുന്ന റേറ്റ് 10 ആണ്. അതെന്തായിരിക്കും അങ്ങനെ വരുന്നത്? ആക്ച്വലി അതായത് ഒരു കാര്യം പറയാം, 2500 മുതൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറയുന്നത് ആക്ച്വലി അത് എന്താണെന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്യുന്നതിന്റെ മോളിക്യൂളിന്റെ അനുസരിച്ചിട്ടാണ് ഈ പറയാം. ഇപ്പം ഇപ്പം എൻ്റെ സെന്ററിൽ ഒരാൾ വന്നെടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പർ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിസിൻസിനൊക്കെ നമ്മളത് പ്രോപ്പർ ബില്ല്, ഗ്ലൂട്ടാത്തയോൺ ഒരു മെഡിസിൻ തന്നെയാണ്, അപ്പോൾ അത് നമ്മൾ പ്രോപ്പർ ബില്ല് കൊടുക്കും. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാം എത്ര ഡോസിലാണ് അവർ എടുത്തേക്കുന്നത്, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത് ചില ഇമ്പോർട്ടഡ് പ്രോഡക്ട്സുകളുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പം അതിനൊന്നും നമുക്കങ്ങനെ ഈ പറഞ്ഞ പോലെ അതിനൊരു വില ആരും നിശ്ചയിച്ചിട്ടും കൺട്രോളൊന്നും ഇല്ല. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഓരോ ആൾക്കാരും. 10,000 ഒരു സെഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, 10,000 ഇത് 15,000 എന്നൊക്കെ പറഞ്ഞ സെന്റേഴ്സുകളുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത് പ്രോപ്പറായിട്ട് എൻക്വയറി ചെയ്ത് ഇതിൻ്റെ റിവ്യൂസും ഈ ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും അവർ ചെയ്ത റിസൾട്ട്സ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാകും നല്ലത്. കാരണം നമുക്ക് ഇന്നിപ്പം സലൂണിൽ വരെ എന്ന് പറഞ്ഞാൽ, അതെ സലൂണിൽ വരെ ഫിറ്റ്നസ് സെന്റേഴ്സിൽ IV ഗ്ലൂട്ടാത്തയോൺ എടുത്തു കൊടുക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോൺ ഈ ശരിക്കും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളൊരു ഡോക്ടറിൻ്റെ പ്രസൻസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ സേഫ് ആണ്. അതെ, ഈ പറഞ്ഞല്ലോ, ഇപ്പം എന്തിനോട് വേണമെങ്കിലും ആർക്കും അലർജി ഉണ്ടാകാം, എന്തിനോട് വേണമെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ല, മനസ്സിലായി. അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബട്ട് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാവുമ്പോൾ ഒരു എമർജൻസി ഇൻ്റർവെൻഷന് ഉള്ള ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ അലർജി ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഒരു ഡോക്ടർ. അതുകൊണ്ടാണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിൻ്റെയും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ വെച്ചിട്ട് നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി എനിക്ക് അടുത്തത് വേറൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ പറഞ്ഞു, അതിനുശേഷം ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് പൊതുവെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ ആൻറ്റി ഏജിങ്? ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന മറ്റൊരു ഇതാണ്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ പറയത്തില്ലേ, ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതലും ആണുങ്ങൾ നമ്മൾ നോക്കിയാൽ മതി, അവർ നമ്മളുടെ ഒരു 20s നമ്മുടെ 40s എടുത്തു കഴിഞ്ഞാൽ മെൻ ഏജസ് ഗ്രേസ്ഫുള്ളി എന്നാണ് പറയുന്നത്. ലൈക്ക് മെൻ ഏജ് ലൈക്ക് എ ഫൈൻ വൈൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് നമ്മളുടെ ഒരു ഇത്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ അതങ്ങനെയല്ല. കാരണം ഒരു ലൈക്ക് 20-30s ശേഷം അവരുടെ കൊളാജൻ ഭയങ്കരമായിട്ട്
നഷ്ടപ്പെടാൻ നോക്കും, ഹോർമോണൽ പ്രശ്നങ്ങളും ഒക്കെ കാരണം, പിന്നെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കാരണമാകാം അങ്ങനെ. പക്ഷെ ആണുങ്ങൾ അത്ര കെയർ ചെയ്തില്ലെങ്കിൽ പോലും അവർക്കൊരു വലിയ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളോ സ്കിന്നിനൊന്നും വലിയൊരു ഇത് വരുത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ലൈക്ക് ഈ ആൻറ്റി ഏജിങ് ക്രീം. നമുക്കൊരു 30s ഒക്കെ ആകുമ്പോൾ തന്നെ, ഒരു 40 വയസ്സ് 50 വയസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. ബട്ട് ലൈക്ക് നമ്മളൊരു 30 വയസ്സിലൊക്കെ ശേഷം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കതൊരു, ഞാൻ പറയില്ല, എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വേണം. അല്ലാതെ നമ്മൾ 60 വയസ്സിൽ 20 വയസ്സുള്ള ഒരാളെ പോലെ ഒരിക്കലും ഇരിക്കില്ല. ബട്ട് എന്നാൽ പോലും നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് ഏജ് ചെയ്യാൻ പറ്റും. അപ്പം ശരിക്കും എന്താണ് ഈ ട്രീറ്റ്മെന്റ്, എന്താണ് ഈ ട്രീറ്റ്മെന്റിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? ഇതെന്ന് പറഞ്ഞാൽ ഒരു നോട്ട് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയത്തില്ലേ, അപ്പം ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ഇത് വരിക. അപ്പം നമുക്ക് എന്താണോ പ്രശ്നം അതനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഇതിനൊരു പ്രത്യേകിച്ച് ചില സെറംസ് ഉണ്ടാകും, പിന്നെ അതുപോലെ ചില ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ലേസേഴ്സ് ഒക്കെ ഉണ്ട്. CO2 ലേസർ, ഫ്രാക്ഷൻ ലേസർ, എർബിയൻ ലേസർ എന്നൊക്കെ പറഞ്ഞ നല്ല അടിപൊളി ലേസേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാനും, അതുപോലെ Q6 പിക്കോ ലേസർ എന്നൊക്കെ പറഞ്ഞ, ഇൻഡിയാക് ലേസർ എന്നൊക്കെ പറഞ്ഞ ലേസേഴ്സ് നമ്മുടെ പിഗ്മെന്റേഷനൊക്കെ അഡ്രസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ്. അപ്പം നമ്മൾ ഓരോ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വോളിയം ലോസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ചുളിവൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഇത് ചെയ്യും. പിഗ്മെന്റേഷൻ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലേസേഴ്സ്. പുറത്തുള്ള ട്രീറ്റ്മെന്റ് അല്ലാതെ IV അങ്ങനെയുള്ളതല്ല. അല്ലല്ല, IV അങ്ങനെയുള്ളതല്ല. IV നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഒരു ആന്റി ഏജിങ് ഇതായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ലൈക്ക് വൈറ്റമിൻ C, അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, നമുക്ക് അതൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷെ ഇത് കൂടുതലും നമ്മുടെ സ്കിന്നിലുള്ളതാണ്. പിന്നെ പറഞ്ഞ PRP അല്ലെ GFC, എക്സോസോംസ്, PDR എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മോളിക്യൂൾസ് ഉണ്ട്. ഇതെല്ലാം ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ്, നമ്മൾ ആളുടെ സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത്, അതായത് ഒരു 30s ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം എസ്പെഷ്യലി സ്ത്രീകൾ ഒരു 30s ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആന്റി ഏജിങ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, കാരണം എനിക്ക് ധാരാളം പേഷ്യൻസ് ഉണ്ട് അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ വരുന്ന ഹൈ മെയിൻ്റനൻസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പം ചില ബേസിക് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഒരു നോർമൽ ഒരാൾക്ക്, അപ്പം ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്, അവരുടെ ശരീരം അനുസരിച്ചിട്ടാണ്. എന്നാലും എത്ര ഒരു ടൈം ഇന്റർവെൽ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ലേസേഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ലേസേഴ്സ് ചെയ്തു, നമ്മളിപ്പം മെയിൻറ്റെയിൻ ചെയ്ത് ഫുഡ് ഹാബിറ്റ്സിലും അതുപോലെ തന്നെ നമ്മൾ അമിതമായ വെയിലൊന്നും കൊള്ളാതെ വെള്ളമൊക്കെ കുടിച്ച് എല്ലാം പക്കയായിട്ട് പോകുന്നു. പിന്നീട് അത് ഒരു എത്ര സമയം കഴിയുമ്പോൾ അത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഓരോ ആൾക്കാരിലും ഡിപ്പെൻസ് ആണ്. നമ്മൾ ഇങ്ങനെ ഇതിനൊരു ഫിക്സഡ്, ഇപ്പം എനിക്ക് പറയാൻ പറ്റും ഒരു ലേസർ ഹെയർ റിഡക്ഷന് വരുവാണെങ്കിൽ നമ്മൾ പറയാം ഇത്ര 4 to 6 വീക്സ് ഗ്യാപ്സിലായിരിക്കണം നമുക്കത് ഓരോ സെഷനിൽ ചെയ്യേണ്ടത്. വൺസ് നമുക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൺസ് ഇൻ എ ഇയറോ അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ 6 months ഒക്കെ നമുക്ക് മെയിൻ്റനൻസ് ആയിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ഈ ഓരോ ആൾക്കാരുടെയും സ്കിന്നിൻ്റെ ടൈപ്പും അതുപോലെ തന്നെ അവരുടെ കൺസേണും അനുസരിച്ചിട്ടാകും നമ്മളിത് ചെയ്യുക. എന്തായാലും ലൈക്ക് ഒരു വൺസ് ഇൻ 2 months അല്ലെങ്കിൽ വൺസ് ഇൻ 3 months അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും. ഡിപ്പെൻസ് ഓൺ പേഷ്യൻ്റ്. പിന്നെ നമുക്ക് പീൽസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില പീൽസ് ഒക്കെ നമ്മൾ ഒരു 3 weeks ഗ്യാപ്പിലായിരിക്കും, അല്ലെ 1 month, ലൈക്ക് ഏറ്റവും ഒരു 1 month ഗ്യാപ്പിലൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റയിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ കൊറിയൻ സ്കിൻ കെയർ. ശരിക്കും ആക്ച്വലി എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കൊറിയൻ സ്കിൻ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ കൊറിയക്കാരായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻസ് കൊറിയൻ സ്കിന്നിനെ വേണ്ടിയിട്ട് ഇങ്ങനെ കൊറിയൻ സ്കിൻ കെയർ ചെയ്തെന്ന് പറഞ്ഞ് അതിന് എത്രത്തോളം ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. ലൈക്ക് നമുക്ക് ആലോചിക്കാവുന്നില്ല. ഇതെല്ലാം നമുക്ക് ജെനറ്റിക്സ് ആണ്. ചില ആൾക്കാരുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പം അവർ സ്കിൻ ഒന്നും ചെയ്യത്തില്ല, ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളും, പക്ഷെ എന്നാൽ പോലും അവരുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആണ്.
ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൈക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ തന്നെ പറയും എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പേഷ്യൻ ഞാൻ തന്നെ, കാരണം എൻ്റെ സ്കിൻ അത്ര മോശമാണ്. ബട്ട് ഞാൻ അത്ര ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമ്മൾ ഈ കൊറിയൻ സ്കിന്നിനെ പറ്റി നമ്മൾ പോയി വെറുതെ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണ്, നമുക്കത് യൂസ് ചെയ്യാം. ബട്ട് ആവശ്യമില്ല 10 സ്റ്റെപ്പ് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വരും. ഒരു കാര്യമില്ല, നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ വേണ്ടതാണ്. ഇതൊന്നും തേച്ച് മായ്ച്ച് കളയാനൊന്നും പറ്റില്ല. അപ്പം ഒരു നല്ല ഞാൻ അതാ പറഞ്ഞത്, എപ്പോഴും നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വേണം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ നമ്മൾ ആർക്കും കൊടുക്കുകയും ചെയ്യരുത്, നമ്മൾ അങ്ങനെ വെക്കുകയും ചെയ്യരുത്.